നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 12ാം ഭാഗം. ഭദ്രൻ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ടെന്ന് രത്നാകരന് തോന്നി. അയാൾ കുറച്ചുനേരം മിണ്ടാതിരുന്ന് ഭദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അവലോകനം ചെയ്തു നോക്കി. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനാണ്. തനിക്ക് മേലെ വേറൊരു തലയില്ല. മറ്റുള്ളവരുടെ തല കൊയ്യേണ്ടതും താനാണ്. പിന്നെ എന്തിനാണ് മടി? ഇപ്പോൾ പോയത് ഭദ്രൻ പറഞ്ഞതുപോലെ കാര്യപ്രാപ്തിയുള്ളൊരു പെണ്ണാണ്. തൻ്റെ പ്രതാപം കൂട്ടാൻ വരുന്ന പെണ്ണിനെ പ്രസവിക്കാനുള്ള ശേഷിയും കരുത്തുമൊക്കെ വേണം. പ്രായം കൂടിയ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നാൽ പിന്നെ അവൾ പ്രസവിക്കുമെന്ന് എന്തുറപ്പാണ്? വെറുതെ അതൊരു ബാധ്യതയായി തീരും. ഇതിലെന്ത് ഇത്ര ആലോചിക്കാൻ മുതലാളി? ഭദ്രൻ ഇടയ്ക്ക് നൂന്നുകൊണ്ട് ചോദിച്ചു. അതല്ലാടെ പോത്താ, നീ എന്നെ നോക്ക്, അവളെ നോക്ക്. കൂടി വന്ന ഭൂമിയേക്കാളും 2 വയസ്സ് കൂടുതൽ, അത്രയേ വരൂ അതിന്. അവൾ എന്നെ കല്യാണം ചെയ്യാൻ സമ്മതിക്കോ? ഓ അതാണോ? ഭദ്രൻ വായും പൊത്തിക്കൂലിക്ക് ചിരിച്ചു. കാര്യം പറയുമ്പോൾ ഒന്ന് ചിരിക്കണം സത്യം. തോളിൽ കിടന്ന തോർത്തുകൊണ്ട് രത്നാകർ ഭദ്രൻ്റെ കയ്യിൽ ആഞ്ഞു വീശിയൊടിച്ച് പറഞ്ഞു. മുതലാളി, ഒന്നും മനസ്സിൽ കാണണ്ട് ഞാൻ അങ്ങനെ പറയൂ. അതിനൊക്കെ ഒരു മാർഗമുണ്ട്. എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ബുദ്ധി എത്രത്തോളം ഫലം ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് ഈ വഴിയെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് ഭദ്ര? നമുക്ക് ഒരു 2 ദിവസം ഒന്ന് ക്ഷമിക്കാം. ആ പെണ്ണ് നാളെ മുതൽ വയലിൽ പണിക്ക് വരാം എന്ന് ഏറ്റിട്ടുണ്ട്. നാളെ നമുക്ക് അവളെ അവിടെ പോയി ഒന്ന് നേരിൽ കണ്ട് വിവരം അന്വേഷിക്കാം. അവളുടെ അമ്മ എന്തോ വയ്യാതെ ആശുപത്രിയിലാണെന്നോ മറ്റോ. ആ വഴി ഒരു പണിയുണ്ട്. എന്ത് സൂത്രമാണെന്ന് വെച്ചാൽ പ്രയോഗിച്ചു. ചെല്ലമ്മ പറഞ്ഞ സമയത്തിന് മുന്നേ പെണ്ണിനെ കിട്ടിയിരിക്കണം. അത് ഏറ്റു മുതലാളി, ഭദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. 2 പേരുടെ സംഭാഷണത്തിനിടയിൽ ഭൂമി കയ്യിലൊരു പേപ്പറും പിടിച്ച് പേടിച്ച് വരുന്ന കണ്ടപ്പോൾ ഭദ്രൻ കണ്ണുകൊണ്ട് മകൾ വരുന്നുണ്ടെന്ന് ആക്കി കാണിച്ചു പറഞ്ഞു. ഒപ്പ്. അവൾക്ക് രത്നാകരൻ്റെ പേടിയായിരുന്നു. സ്വന്തം അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ക്രൂരമായ ഭാഷയിലെ അയാൾ അവളോട് സംസാരിക്കൂ. അതുകൊണ്ട് രത്നാകർ ഭൂമിയുടെ മനസ്സിലെ ഭീകരതയുടെ ചിത്രമായിരുന്നു. ഓ, ഇത്തവണയും മാർക്ക് കുറവാണല്ലോടി. എല്ലാത്തിനും പാസ്സായിട്ടുണ്ടച്ചാ. അതുകൊണ്ട് എന്ത് കാര്യം? ഞാൻ വിചാരിച്ച പോലെ മാർക്കില്ലല്ലോ നിനക്ക് എല്ലാത്തിനും. വെറുതെകൊണ്ട് അയാൾ ഒപ്പിട്ടു. തീറ്റ മാത്രം മുന്നോട്ടും മാർക്ക് പിന്നോട്ടും. ഭൂമി ഒരക്ഷരം മിണ്ടിയില്ല. എല്ലാം കേട്ടു നിൽക്കാൻ മാത്രം അവൾക്ക് കഴിയും. ഇന്നാ പിടിക്ക്. വിലയില്ലാത്ത മട്ടിൽ രത്നാകർ അത്തവൾക്ക് നേരെ നീക്കി വീശിയെറിഞ്ഞു. അതെടുത്ത് തിരികെ വരുമ്പോൾ വാതിൽ പഴിയിൽ ചണ്ഡിക നിൽക്കുന്നുണ്ട്. ആഹാ, എൻ്റെ മോൾക്ക് വയറ് നിറച്ച് കിട്ടിയ ലക്ഷണമുണ്ടല്ലോ. ചണ്ഡിക ഭൂമിയെ കളിയാക്കി ചോദിച്ചു. ഇനിയിപ്പോൾ ഭൂമിക്ക് കുറച്ച് നേരത്തേക്ക് കഴിക്കാൻ ഒന്നും വേണ്ടായിരിക്കും. ആവശ്യത്തിന് വയറ് നിറഞ്ഞല്ലോ. കസ്തൂരി ചണ്ഡികയുടെ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. കസ്തൂരി പറഞ്ഞു പോയ വാക്കുകൾ ഭൂമിയെ നന്നായി നോവിച്ചു. ത്രയ എന്ന തുടർക്കഥയുടെ 12ാം ഭാഗം ഇവിടെ അവസാനിച്ചു. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ത്രയത്തിൻ്റെ അടുത്ത പാർട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.